കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. വൈദേഹിയായിട്ട് എന്റെ ഭർത്താവിന്റെ ജീവിതത്തിൽ എനിക്കിനി സ്ഥാനമില്ല. ഞാനാണ് വൈദേഹി എന്ന് ഇനി പുറത്തു പറഞ്ഞ എന്നെ കൊല്ലാൻ ശ്രമിച്ചവരെന്നെ ജീവനോട് വെച്ചേക്കില്ല. എന്നെ സ്നേഹിച്ച് ഞാൻ മാത്രമാണ് ജീവനെന്ന് പറഞ്ഞു ദേവേട്ടെ. എത്ര പെട്ടെന്നാ എന്നെ മറന്നു കളഞ്ഞത്. എനിക്ക് പോലും അറിയാത്ത എന്റെ കഴിഞ്ഞ കാലത്ത് നിന്ന് പെട്ടെന്ന് ആരൊക്കെയോ വന്ന് എന്നെ കൊല്ലാൻ ശ്രമിച്ചത് എന്തിനായിരുന്നു? ഇനി കഴിഞ്ഞതിനൊന്നും എന്റെ ജീവിതത്തിൽ യാതൊരു സ്ഥാനവുമില്ല. അപ്പൊ എന്റെ ഭാവി എന്താണ്? അങ്ങനെ ഒന്നിനി എന്റെ ജീവിതത്തിലുണ്ടോ? അച്ഛൻ അച്ഛന്റെ അടുത്തേക്ക് ചെല്ലാന്ന് വിചാരിച്ച അവിടെ ഞാൻ വൈദേഹിയാണെന്ന് തെളിയിക്കണം. അപ്പോഴും ഞാൻ ജീവനോടെ ഉണ്ടെന്നറിഞ്ഞ എന്നെ കൊല്ലാൻ ആൾക്കാർ എത്തിയേക്കും. അത് അച്ഛന്റെ ജീവിതത്തിൽ ആപത്ത് വിളിച്ചു വരുത്തും. പിന്നെ എവിടേക്ക് ഞാൻ പോവും? ആർക്ക് വേണ്ടി ജീവിക്കണം? എന്തിനു ജീവിക്കണം? എങ്ങനെ രക്ഷപ്പെടുത്തും? വല്യമ്മേ, വല്യമ്മേ. ശ്രീരാമ, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വല്യമ്മയ്ക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ശ്രീരാമ, ഇതാ നഴ്സ്. അവരുടെ ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ട്. അവരിപ്പോ വരും. ഈ ഫോൺ കൊടുത്തേക്കാം.
9 മാസം കഴിഞ്ഞാലുടൻ എനിക്കൊരു കുഞ്ഞിനെ തന്നോണം, അല്ലെങ്കിൽ 2 എണ്ണത്തിന് വെച്ചിട്ടുണ്ട്. അല്ല എന്തുമേ ആയിക്കോട്ടെ. അതിനല്ലേ അങ്ങനെ ചെയ്തേ? പക്ഷെ കേൾക്കണ്ടേ? ഞാൻ സന്തോഷായിട്ട് ജീവിക്കാൻ എന്നൊക്കെ കൂടുതൽ ഇന്ദു അമ്മ ആഗ്രഹിച്ചിരുന്നത്. എന്നിട്ടും എന്നും എനിക്ക് വേദന മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്നത് ഇന്ദുമ്മയ്ക്ക് അറിയാൻ പോലും കഴിയുന്നില്ലെന്നേ ഉള്ളൂ. അത് ഇന്ദുമ്മയുടെ ഭാഗ്യം. ഇന്ദുമ്മയ്ക്ക് ഒരു പക്ഷെ ഇങ്ങനെയൊന്നും പറ്റാതിരുന്നിരുന്നുവെങ്കിൽ ഇങ്ങനൊരു അവസ്ഥ പോലും എനിക്ക് ഉണ്ടാവില്ലായിരുന്നിരിക്കാം. എന്റെ തലയിലെടുത്ത് ഇന്ദു അമ്മയും കിടപ്പിലായിപ്പോയി. ഞാൻ ഇവിടുന്ന് പോവാ ഇന്ദു അമ്മേ. പെട്ടെന്ന് എണീറ്റ് വരണോട്ടോ. ഇന്ദുമ്മേ, 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 എന്താ പറ്റിയ? ഇന്ദുമ്മേ, 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 എന്താ പറ്റിയ? ഇന്ദുമ്മേ, അയ്യോ, ഇന്ദുമ്മേ, ഇന്ദുമ്മേ, എന്താ പറ്റിയ? ഡോക്ടർ, ഡോക്ടർ, ആരെങ്കിലും ഓടി വരണേ, ഡോക്ടർ. ഇന്ദുമ്മേ, ഇന്ദുമ്മേ, പേടിക്കണ്ട, ഡോക്ടർ പോരും. ഇന്ദുമ്മേ, ഡോക്ടർ, ഡോക്ടർ, ഇന്ദുമ്മേ, ഇന്ദുമ്മേ, ഡോക്ടർ, ഡോക്ടർ. ശ്രീരാമ, ഇന്ദുമ്മയ്ക്ക് എന്താ പറ്റിയ? ഇന്ദുമ്മേ, ഇന്ദുമ്മേ, ഡോക്ടർ. ഇന്ദുമ്മേ, എന്നെ മനസ്സിലായോ? എന്താ സംഭവിച്ചത്? അതൊന്നും എനിക്ക് അറിയില്ല ഡോക്ടർ. പെട്ടെന്ന് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. അപ്പോഴാണ് ഞാൻ ഈ മാസ്ക് എടുത്ത് വെച്ചു കൊടുത്തത്. നിങ്ങൾ വെച്ചോ? ഇവർക്ക് ബോധം തെളിഞ്ഞിട്ട് എത്ര നേരമായി? ഇപ്പോഴാ, ഒരു 5 മിനിറ്റ്. ഓക്കെ. സമയത്ത് തന്നെ ഓക്സിജൻ മാസ്ക് വെച്ചു കൊടുത്തതുകൊണ്ട് ജീവൻ തന്നെ രക്ഷിക്കാൻ കഴിഞ്ഞു. സിസ്റ്റർ, മാസ്ക് ആരെടുത്ത് മാറ്റിയത്? ഡോക്ടറെ, മോർണിംഗ് ഞാൻ ചെക്ക് ചെയ്തിരുന്നു. ഓക്സിജൻ ലെവൽ കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അതാ മാസ്ക് മാറ്റിയേ. എന്താ നിങ്ങളീ കാണിച്ചേ? ഏത് സമയവും പേഷ്യന്റ് കോമയിൽ പുറത്തു വന്നേക്കാം, അതുകൊണ്ട് മാസ്ക് മാറ്റരുതെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നതല്ലേ? പിന്നെ എന്തിനാ മാസ്ക് മാറ്റിയേ? കൃത്യസമയത്ത് ഈ കുട്ടി വന്ന് മാസ്ക് വെച്ചതുകൊണ്ട് രക്ഷിക്കാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ ഇപ്പൊ എന്തായനെ?
സോറി ഡോക്ടർ. ഷട്ട് ആദ്യം ഇവർക്ക് ബോധം തെളിഞ്ഞ കാര്യം കൊട്ടാരം വീട്ടിലെ വർമ്മയെ വിളിച്ചറിയിക്ക്. ശരി. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് ഡോക്ടറെ. അമ്മേ, അമ്മേ, ദാസ, മോനെ ദാസ. അമ്മേ, ഞാൻ തന്നെ അമ്മേ. എന്താന്ന് പറ. അമ്മേ, അമ്മേ. അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? ഒരു കുഴപ്പമില്ലടാ. ഇന്ദു, ഇന്ദു, ഇന്ദു അമ്മേ. എന്റെ പൊന്നു മോനെ. എന്റെ ഇന്ദു. ഇന്ദുമേ, ഇന്ദുമ്മേ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ലടാ. അമ്മയൊന്ന് കണ്ണു തുറന്ന് കാണാൻ വേണ്ടി എത്ര ദൈവങ്ങളോട് പ്രാർത്ഥിച്ചെന്നറിയോ? എത്ര നാള് കഴിഞ്ഞ ദൈവത്തിന് നിന്റെ പ്രാർത്ഥന കേൾക്കാൻ തോന്നിയത്. പക്ഷേ ഞാൻ ഒരിക്കലും നിങ്ങളെ ആരെയും വീണ്ടും കാണാൻ പറ്റുമെന്ന് കരുതിയില്ല. അമ്മേ, ഇന്ദു, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ദിവസവും ഞാൻ ഇവിടെ വന്ന് കൂട്ടിയിരുന്നിട്ട് പോകുന്നത് ഇത് കേൾക്കാൻ വേണ്ടിയായിരുന്നോ? ഡോക്ടറെ, ഞങ്ങളുടെ ഇന്ദുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ? തീർച്ചയായും കൂട്ടിക്കൊണ്ട് പൊക്കോളൂ. ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടറെ. എന്റെ അമ്മയെ ആരോഗ്യത്തോടെ തിരിച്ചു തന്നില്ല എനിക്ക്. ദൈവത്തിന്റെ അനുഗ്രഹം. ഇപ്പൊ നിങ്ങൾ നന്ദി പറയേണ്ടത് ഒരിക്കലും എന്നോടല്ല, രക്ഷിച്ച ആ കുട്ടിയോടാ. അതാരാ ഡോക്ടറെ? നിങ്ങളെല്ലാവരും മാറി മാറി 24 മണിക്കൂർ എൻ്റെ കൂടെ ഉണ്ടായിട്ടും ഇന്ന് ഞാൻ കണ്ണു തുറന്നപ്പോ അവളാ എൻ്റെ കൂടെ ഉണ്ടായിരുന്നേ. എനിക്ക് വല്ലതും പറ്റുമെന്ന് കരുതി ആ കുട്ടി വല്ലാണ്ട് പേടിച്ചു. കുറെ കരയുകയും ചെയ്തു. അവളാ നിന്റെ അമ്മയുടെ ജീവൻ രക്ഷിച്ചത് ദാസ. എന്ത് ചെയ്താലും ആ കടപ്പാട് നമുക്ക് തീർക്കാനാവില്ല. ഡോക്ടറെ, ആ പെൺകുട്ടി എവിടെ? നഴ്സ്, നഴ്സ്. പറഞ്ഞോളൂ ഡോക്ടർ. ഇവിടെ ഒരു പെൺകുട്ടി വന്നില്ലായിരുന്നോ? ആ കുട്ടി ഇപ്പൊ എവിടെയുണ്ട്? റിസപ്ഷനിൽ ഇരിപ്പുണ്ട് ഡോക്ടർ. വിളിച്ചിട്ട് വരട്ടെ? വിളിച്ചിട്ട് വരൂ. ശരി ഡോക്ടർ. മോനെ ദേവാ, നീയും കൂടെ ചെല്ലു മോനെ. അതാരാ നോക്കിട്ട് വാ. ആയിക്കോട്ടെ അച്ഛാ. എവിടെയാ കുട്ടി? ഇവിടെ ഉണ്ടായിരുന്നു സാറേ. ചിലപ്പോ പോയി കാണും. പോയി കാണുമെന്നോ? അവളുടെ വേറെബോട്ട്സ് എന്തെങ്കിലും നിങ്ങൾക്കറിയാമോ? അവൾ ചെയ്ത ഉപകാരത്തിന് അവളോട് എത്ര കടപ്പെട്ടാലും മതിയാവില്ല. ഞങ്ങൾക്കൊരു താങ്ക്സ് എങ്കിലും പറയണമെന്നുണ്ട്. ഈ വെപ്രാളം 6 മാസമായിട്ട് കാണാതിരുന്ന വൈദേഹിക്ക് വേണ്ടിയാണെങ്കിൽ ഞാൻ മുന്നിൽ വന്ന് നിന്നേനെ ദേവേട്ട. ആ ആക്സിഡന്റ് ആയ പേഷ്യന്റിന്റെ അടുത്തുണ്ടാവും. നോക്കാം സാറേ, വരൂ.
ആനന്ദമഴയിൽ ഇരുദേഹം നനഞ്ഞു, ആകാശഹൃദയം ഇരുജീവൻ മുകർന്നു. പുതുപുളകങ്ങൾ പെയ്തു, മഴമേഘങ്ങൾ താഴെ, കുളിരോളങ്ങൾ നാം തമ്മിൽ കൈമാറവേ. ആനന്ദമഴയിൽ ഇരുദേഹം നനഞ്ഞു, വൈദേഹി, ആകാശഹൃദയം ഇരുജീവൻ നുകർന്നു. പുതുപുളകങ്ങൾ പെയ്തു, മഴമേഘങ്ങൾ താഴെ, കുളിരോളങ്ങൾ നാം തമ്മിൽ കൈമാറവേ. നിന്നോമൽ പാദങ്ങൾ തീർക്കുന്ന താളങ്ങൾ എന്നുള്ളിൽ മാറുന്നു മോഹങ്ങളായി. നീ എന്റെ ആത്മാവിൽ ചാർത്തുന്ന വർണ്ണങ്ങൾ ഇന്നേതോ മഴവില്ലിൻ മാല്യങ്ങളായി. നീർമുത്തുവാരി അണിഞ്ഞു, നീ എന്റെ മുന്നിൽ നിറഞ്ഞു. ഒരു മേഘ സന്ദേശം നീ എന്നിലറിയാതെ എഴുതുന്നു. ആനന്ദമഴയിൽ ഇരുദേഹം നനഞ്ഞു, വൈദേഹി. ആകാശഹൃദയം ഇരുജീവൻ മുകർന്നു. പുതുപുളകങ്ങൾ പെയ്തു, മഴമേഘങ്ങൾ താഴെ, കുളിരോളങ്ങൾ നാം വൈദേഹി. തമ്മിൽ